ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ CPIM-മായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം മുമ്പ് RSSന്റെ പ്രവർത്തകനായിരുന്നു. ആ ഒരു കാലയളവിൽ നമ്മളൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്, എതിർക്കപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? RSSന്റെ നയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് എതിരായതുകൊണ്ടാണ്. നമ്മുടെ രാജ്യം എന്നുള്ളത് മതമുള്ളവനും മതമില്ലാത്തവനും ഏത് മതം സ്വീകരിക്കണം, ഏത് മതം തള്ളിക്കളയണം, ഏത് ഉൾക്കൊള്ളണം, ഏത് ഉൾക്കൊള്ളണ്ട, എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ആ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. അത് പഠിച്ച ഏതൊരു വ്യക്തികൾക്കും അറിയാം RSSന്റെ നയം അതിന് എതിരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോൾ ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യർ ഒരു RSSകാരൻ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ശക്തമായിട്ട് എതിർക്കപ്പെട്ടിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ ശത്രു എന്നുള്ളത് കോൺഗ്രസ് അല്ല, ലീഗല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണോ? അല്ല, RSS ആണ് എന്നുള്ളതാണ്. ആ RSSൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തി ആ രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടാൽ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ചാലും, അപ്പം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ കോൺഗ്രസ് ഹിന്ദുവിനെതിരാണോ? അല്ല. മുസ്ലിമിനെതിരാണോ? അല്ല. മറ്റുള്ള ഏതെങ്കിലും സംഘടനകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മതങ്ങൾക്കോ എതിരാണോ? അല്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ചില എതിർപ്പുകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് രാഷ്ട്രീയപരമായിട്ട് തന്നെ കാണണമെന്നുള്ളതാണ്. പക്ഷെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതസംഘടനകളും പിന്നെന്തല്ല, കോൺഗ്രസിന് എതിരല്ല. ആ എതിരല്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അത് അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരു RSSകാരൻ ചേർന്നാൽ പിന്നെ വീണ്ടും അയാളെ വിമർശിക്കുക എന്നുള്ളത് ശാപത്തിൽ കുത്തുന്ന പോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു ബുദ്ധിയുള്ള ആളുകൾക്ക് ചേരുന്ന പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും, ലീഗായാലും ഇനി SDP ആയാലും, ഇനിയിപ്പോൾ ഏത് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരനായാലും, ഏത് വ്യക്തികളായാലും. പക്ഷെ അദ്ദേഹം RSSൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനകൾ കേട്ടാൽ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ നമുക്കത് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹത്തെ വീണ്ടും വിമർശിക്കുക എന്നുള്ളത് അത് ഒരുമാതിരി എന്താ പറയുക, മറ്റേ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉദാഹരണങ്ങളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റെ നയങ്ങളോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രസ്ഥാനത്തിലൊരു മെമ്പറായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള അതിൻ്റെ പുറകോട്ടുള്ള വിഷയങ്ങൾ അത് എത്ര തന്നെ ആയാലും ആ വിഷയങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുക എന്നുള്ളത് ഇത് ബുദ്ധിയുള്ള ഒരു ഇന്ത്യൻ പൗരനിക്ക് ചേർന്ന പണിയല്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും വേണ്ടില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് സന്ദീപ് വാര്യർ, ഏതായാലും അങ്ങേക്കൊരു ബിഗ് സല്യൂട്ടുണ്ട്. താങ്കൾക്ക് ഇന്ത്യയുടെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഭരണഘടന ഉൾക്കൊണ്ടുകൊണ്ട്, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ഇന്ത്യൻ പൗരനായിട്ട്, നല്ലൊരു ഹൈന്ദവ മതവിശ്വാസിയായിട്ട്, നല്ലൊരു കുടുംബ ജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് മനസ്സറിഞ്ഞു പറയാനുള്ളത്.